നമസ്കാരം. അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈയിലെ പവായ് ഹിരൺനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച 2017 പുതുവത്സര ആഘോഷങ്ങൾ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തി HK ചിട്ടപ്പെടുത്തിയ ആഘോഷ പരിപാടികൾ തിളക്കമുള്ളതായി. മുംബൈയിലെ പവായ് ഹിരൺനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷങ്ങൾ വർണ്ണാഭയോടെ നടന്നു. I request the office bearers to kindly come forward and release the balloons. I hope our audience have got the balloons in their hands. There you go. 3, 2, 1. And there goes our balloons for the year 2017. We at HK sincerely hope that the year 2017 brings a new beginning, as exciting as it seems. It also comes packed with its share of surprises. Maybe a new job, maybe a new house, maybe a new chapter in your life. We wish all you good people to brace yourself, expect the unexpected, and join and celebrate the year 2017. ചടങ്ങിൽ വ്യവസായ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച MU ഹരിഹരനെ ആദരിച്ചു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുന്ന തരത്തിലുള്ളതായിരുന്നു HK ചിട്ടപ്പെടുത്തിയ ആഘോഷ പരിപാടികൾ. പ്രായഭേദമന്യേയുള്ള തലമുറകളുടെ സംഗമവേദിയായിരുന്നു പുതുവത്സര ചടങ്ങുകൾ. യുവതലമുറയുടെ സംഘടനാ പാഠവും ഊർജ്ജസ്വലതയും പ്രകടമായ പരിപാടികൾക്ക് മുതിർന്ന തലമുറ മേൽനോട്ടം വഹിച്ചു. അപൂർവമായ ഇത്തരം വേദികൾ മുംബൈയിലെ മറ്റു മലയാളി സംഘടനകൾക്കും മാതൃകയാണ്. മലയാളികളിൽ മാത്രം ഒതുങ്ങാതെ ജീവിക്കുന്ന ചുറ്റുപാടിനോട് പ്രതിബദ്ധതയും സ്നേഹവും പ്രകടമാക്കി ഇതര ഭാഷക്കാരുടെ സാന്നിധ്യവും ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു ഹിരൺനന്ദാനി മലയാളി സമാജത്തിന്റെ ആഘോഷ പരിപാടികൾ. സപ്തസ്വര ഒരുക്കിയ ഇമ്പമാർന്ന ഗാനങ്ങളും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി. മുംബൈ ഗായകനായ പ്രേംകുമാർ അവതരിപ്പിച്ച പുതിയ ഗാനങ്ങൾ സദസ് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. മോഹൻലാൽ നായകനായ ഒപ്പം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ യുവാക്കളുടെ ഹരമായ ഗാനവും വേദിയിൽ പുനരാവിഷ്കരിച്ച് പ്രേംകുമാർ കയ്യടി നേടി. ഉടമാറ്റം കാണാൻ അറിയാലും നീലം വിളി വയലേലയിൽ കിളിക്കൂട്ടമാ കതിരുള്ളുവാൻ വന്നു പുഴമീനുകൾ തെളിനീരിലായി കളിക്കൊല്ലി ഹിരൺനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ 2017 ന്യൂ ഇയർ പ്രോഗ്രാം ഇന്ന് നടന്നു. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. യൂത്ത് വിങ് ഡാൻസ് ചെയ്തു, സ്കിറ്റ്സ് ചെയ്തു. സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടിയിൽ പോണം. അയ്യോ അയ്യോ, ഇത് കേട്ട ഉടനെ എന്റെ അച്ഛൻ നേരെ എണ്ണിട്ട് ഒറ്റ നേരെ സിംഹത്തിന്റെ മടിയിൽ പോയിരുന്നു. സിംഹത്തിന്റെ മടിയിലോ? സിംഹത്തിന്റെ മടയിൽ പോയല്ലേ ഇരിക്കാൻ പറഞ്ഞേ? മടയിലാ ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ കയറി മടിയിലങ്ങ് ഇരുന്നു. എന്നിട്ട് എന്ത് സിംഹം പൊറോട്ട കയറുന്ന ഒരു 5-6 കീറ്. അവിടുന്ന് നേരെ എണ്ണിട്ട് എന്റെ അച്ഛൻ നേരെ ഒറ്റ ഓട്ടമാ
നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരു മുണ്ടും മടക്കൽ ഒറ്റ ചോദ്യം, ഏട്ടാ പോയി ദക്ഷിണല്ലേ ഇരിപ്പുണ്ടോന്ന്. എന്റെ അച്ഛനല്ലേ 5 പൈസ കാണോ? അവസാനം ഗുരുവിന് ദേഷ്യം വന്നു. ഗുരു തമിഴിലൊരു ഒറ്റ ഡയലോഗ്, ജോ കഭി കഥം ഹോ ജാതി ഹേ ഹോ. അംശു മുമ്പ് ഗോൾഡൻ വോയ്സ് ഗായകരായ ആശാ മിഥുൻ, ദേവിക, കൂടാതെ അതിഥി നായർ എന്നിവർ ആലപിച്ച ഗാനങ്ങളും ഇമ്പമുള്ളതായിരുന്നു. നമുക്കെല്ലാവർക്കും ഈ പ്രാവശ്യം ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മളെല്ലാവർക്കും സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ന്യൂ ഇയർ. പാശ്ചാത്യ നൃത്തവുമായി പുത്തൻ തലമുറയിലെ അനൂപ് ഗോപകുമാർ, റോണക് ഓലിക്കൽ, മനു ഷാജി എന്നിവരുടെ പ്രകടനം പ്രേക്ഷക പ്രീതി. വെസ്റ്റേൺ ഡാൻസിന്റെ ചുവട് പിടിച്ചാണ് അഞ്ജലി ഗോപകുമാറും അതിഥി നായരും വാണി ഹരികുമാർ, റിൻസി വർഗീസ്, ബിജി പണിക്കർ തുടങ്ങിയവരും വേദിയെ ആഘോഷമാക്കിയത്. ഹീരാനന്ദാനിയിലെ വനിതകൾ കാഴ്ചവെച്ച നൃത്ത പരിപാടികളും കാണികളുടെ കയ്യടി നേടി. ആന്റിമാരൊക്കെ കുറെ എഫേർട്സ് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അവർ എല്ലാ ദിവസവും പ്രാക്ടീസിന് വരുമായിരുന്നു. നിറഞ്ഞ കയ്യടിയും നിറഞ്ഞ മനസ്സുമായി സദസ്സ് നൽകിയ പ്രോത്സാഹനം പ്രകടനങ്ങളെ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞുള്ള സന്തോഷത്തിലാണ് ഇവരെല്ലാം. വളരെയധികം സന്തോഷമുണ്ട്. 2017 ന്യൂ ഇയർ പ്രോഗ്രാം ഭയങ്കര ഹിറ്റായിരുന്നു. നല്ലോണം നടന്നു. പ്രോഗ്രാംസ് ഒക്കെ നല്ലതായിരുന്നു. അങ്കിളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ഡാൻസ്, ബോയ്സിന്റെ ഡാൻസ്, പിന്നെ സ്കിറ്റ് എല്ലാം നല്ലതായിരുന്നു. ആന്റിമാരൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും വേദിയൊരുക്കി അവരുടെ കഴിവുകളെ പരിപോഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ രൂപകൽപ്പന ചെയ്തത്. ആദ്യം തൊട്ട് ഞങ്ങൾ അവരോടും പറയും, നിങ്ങൾ തന്നെ ഇതെല്ലാം ക്രമേണ 2, 3, 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ബാക്ക് സീറ്റ് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാത്ത വിധത്തിലുള്ളത് നിങ്ങളെല്ലാം ചെയ്യണം. ആ ഒരു സ്റ്റേജ് ആവണമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ആ ഒരു സ്റ്റേജിൽ ആക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. On behalf of Hiranandani Keralite Association, we wish Happy New Year. ഞാനും ഉണ്ടാളും ആ 40 പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും ഉണ്ടാളും ആ 40 പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. തിരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ആഞ്ഞടിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിൽ നിന്നും പിന്മാറേണ്ടതില്ലെന്ന് ശിവസേന തീരുമാനം. പിന്തുണ പിൻവലിച്ചാൽ BJP ശരത് പവാറിന്റെ സഹായം തേടുമെന്നതാണ് ശിവസേനയുടെ ആശങ്ക. തിരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ആഞ്ഞടിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്നാണ് ശിവസേനയുടെ ഉന്നത നേതാക്കൾ തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത് ജനഹിതത്തിന് എതിരാവുമെന്നാണ് ശിവസേന നേതാക്കൾ നൽകുന്ന വിശദീകരണം. എന്നാൽ തങ്ങൾ പിന്തുണ പിൻവലിച്ചാൽ BJP ശരത് പവാറിന്റെ NCPയുടെ സഹായം തേടുമെന്നതാണ് ശിവസേനയെ പിന്തിരിപ്പിക്കുന്നത്. അത് തങ്ങളുടെ നില ഒന്നുകൂടി മോശമാക്കുമെന്ന് സേന കരുതുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി BJP ശിവസേന സഖ്യ സർക്കാരിന് വേണ്ടിയുള്ളതായിരുന്നു. ഇടയ്ക്ക് വെച്ച് സർക്കാരിനെ മറിച്ചിടുന്നത് തങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമെന്ന് സേനാ നേതാക്കൾ കരുതുന്നു. സാമൂഹിക പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യം വെച്ചായിരിക്കണമെന്ന മഹത്തായ സന്ദേശമാണ് മന്നത്ത് പത്മനാഭൻ നൽകിയതെന്നും മന്നത്തിന്റെ ഈ ചിന്താഗതി സമൂഹം മാതൃകയാക്കണമെന്നും മന്ത്രി ഏക്നാഥ് ഷിൻഡെ താനെ നായർ വെൽഫെയർ അസോസിയേഷന്റെ വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായാചാര്യൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മന്നത്താചാര്യ പുരസ്കാരം അരവിന്ദാക്ഷ മേനോന് മന്ത്രി ഏക്നാഥ് ഷിൻഡെ സമ്മാനിച്ചു. സാമൂഹിക പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യം വെച്ചായിരിക്കണമെന്ന മഹത്തായ സന്ദേശമാണ് മന്നത്ത് പത്മനാഭൻ സമൂഹത്തിന് നൽകിയതെന്ന് ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് KR ഹരികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താനെ മേയർ സഞ്ജയ് മോരെ, രവീന്ദ്ര പാഠക് MLA, നഗരസഭാംഗങ്ങളായ മനോജ് ഷിൻഡെ, വിക്രാന്ത് ചവാൻ കൂടാതെ ശ്രീകാന്ത് നായർ, ഹരികുമാർ മേനോൻ, വിജയൻ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. SSC, HSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ഗുരുപൂജ തുടങ്ങിയ പരിപാടികളും നടന്നു. കലാഭവൻ രജീഷിന്റെ നേതൃത്വത്തിൽ കോമഡി പരിപാടികൾ കാണികളുടെ കയ്യടി നേടി. സമാജത്തിന്റെ വനിതാവേദി അംഗങ്ങളും യുവജന പ്രവർത്തകരും അവതരിപ്പിച്ച കലാപരിപാടികൾ വ്യത്യസ്തമായ ദൃശ്യചാരുത നൽകി. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി കാലോചിതമായ മാറ്റങ്ങൾ അനുവദനീയമാണെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ.
മുംബൈ ഉപനഗരമായ കല്യാണിൽ നായർ വെൽഫെയർ അസോസിയേഷന്റെ 18ാമത് വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കല്യാണീസ് നായർ വെൽഫെയർ അസോസിയേഷന്റെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ മുംബൈയിലെത്തിയതായിരുന്നു മുൻ MLA കൂടിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ. കോർപ്പറേറ്റർ മഹേഷ് ഗേക്വാഡ്, സാമൂഹ്യ പ്രവർത്തകൻ CP ബാബു തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് VR രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പമ്പാ നദിയിൽ സ്ത്രീകൾ കുളിച്ച് അശുദ്ധമാക്കരുതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ഞാൻ പമ്പയിലെ ത്രിവേണി എന്നാണ് പറഞ്ഞത്. പമ്പാ നദിയിൽ ഒരു ത്രിവേണിയേ ഉള്ളൂ. അത് ശബരിമലയിലേക്ക് പോകുന്ന വഴിത്താരയിലുള്ള ത്രിവേണിയാണ്. ആ ത്രിവേണി മുതൽ ശ്രീ അയ്യപ്പൻ ആറാട്ട് നടക്കുന്ന സ്ഥലം വരെ കൂടി വന്നാൽ ഒരു 600 മീറ്റർ സ്ഥലത്ത് സ്ത്രീകൾ അയ്യപ്പന്മാരോടൊപ്പം കുളിക്കാൻ ഇറങ്ങരുത് എന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം. തൃപ്തി ദേശായി ശബരിമലയിൽ കയറുന്നതിനോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി ശബരിമലയിൽ കയറും എന്നൊക്കെ പറയുന്നത് ആ കുട്ടിയുടെ പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആവേശത്തിൻ്റെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെയോ ഭാഗമാണ്. അത് തിരിച്ചറിഞ്ഞ് ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാലോചിതമായ മാറ്റങ്ങൾ ശബരിമലയിൽ അനുവദനീയമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുംബൈയിൽ പറഞ്ഞു. ബച്ചൻ ജയ ദമ്പതികളുടെ വേർപിരിയലിന് കാരണം ഐശ്വര്യയെന്ന് സമാജ്വാദി പാർട്ടി നേതാവും കുടുംബ സുഹൃത്തുമായ അമർ സിംഗ്. പ്രതികരിക്കാതെ ബച്ചൻ കുടുംബം. അമിതാഭ് ബച്ചനും ഭാര്യ ജയ ബച്ചനും മാറി താമസിക്കാനുള്ളതിന്റെ കാരണം മരുമകൾ ഐശ്വര്യയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണെന്ന് അമർ സിംഗ് വെളിപ്പെടുത്തി. കുറച്ചുകാലം മുമ്പ് വരെ അമിതാഭ് ബച്ചന്റെയും ഭാര്യ ജയ ബച്ചന്റെയും അടുത്ത സുഹൃത്തായിരുന്നു അമർ സിംഗ്. എന്നാൽ പിന്നീട് അമർ സിംഗ് നടത്തിയ പല പരാമർശങ്ങളിലൂടെ ആ സൗഹൃദം തകരുകയായിരുന്നു. അമർ സിംഗിന്റെ പ്രസ്താവനയോട് ബച്ചൻ കുടുംബം പ്രതികരിച്ചിട്ടില്ല. മുംബൈയിൽ കേരള വ്യാപാരമേളയ്ക്ക് കൊടിയിറങ്ങി. മേളയിൽ നടന്ന കലാസന്ധ്യയെ സജീവമാക്കിയാണ് നഗരത്തിലെ മലയാളി സംഘടനകൾ സാന്നിധ്യമറിയിച്ചത്. തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത മേളയിൽ ഇതര ഭാഷക്കാരടക്കം നിരവധി പേരാണ് അർബൻ ഹട്ടിലെത്തിയത്. നല്ലൊരു അനുഭവമാണ്. ഭക്ഷണത്തിൻ്റെ ആയാലും കരകൗശല വസ്തുക്കൾ എല്ലാം നല്ലൊരു ആൾക്കാണ്. പിന്നെ ഒത്തിരി ആൾക്കാരോട് കാണാൻ പറ്റും. മുംബൈ മലയാളികളുടെയും പ്രദേശവാസികളുടെയും പിന്തുണ ഏറെ ലഭിച്ചത് മേളയെ വിജയകരമാക്കുന്നതിൽ നിർണായകമായി. സത്യത്തിൽ മുംബൈ മലയാളികൾ ഈ മേള ഏറ്റെടുക്കുകയായിരുന്നു. അവർ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരായി മാറി. മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ആളുകൾ കേരളവുമായി ഇത്രയധികം ബന്ധപ്പെടുന്നുണ്ടെന്നും കേരളത്തിൻ്റെ സംസ്കാരവുമായി ഇത്രയധികം ബന്ധപ്പെടുന്നുണ്ടെന്നും ഒക്കെ തെളിയിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ കലാപ്രകടനങ്ങൾ ഒക്കെ തന്നെ നടന്നത്. മുംബൈയിലെ വിവിധ മലയാളി അസോസിയേഷനുകൾ സംഘടിപ്പിച്ച പരിപാടികൾ കലാസന്ധ്യയുടെ മുഖ്യ ആകർഷണമായിരുന്നു. മുംബൈ മലയാളികളിൽ നിന്നും മലയാളികളല്ലാത്തവരിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഈ മേളയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഭക്ഷണശാലകളിൽ എല്ലാ ദിവസവും നല്ല തിരക്കായിരുന്നു. ഏകദേശം 30 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് മേളയിൽ ഇതിനകം നടന്നതെന്ന് കേരള പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രതിനിധികൾ പറഞ്ഞു. ഏകദേശം 30 ലക്ഷം രൂപയോളം ടേൺ ഓവർ സെയിൽസ് നടന്നതായിട്ടാണ് ഇന്നിപ്പോൾ ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക. കേരളത്തിലെ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളെക്കുറിച്ചറിയാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ സ്റ്റാളുകളിൽ ഒട്ടനവധി പേർ വിവരങ്ങൾ തേടി വന്നിരുന്നു. അർബൻ ഹട്ട് മാനേജർ വിക്രമൻ നായരുടെ സഹകരണം മേളയുടെ വിജയത്തിന്റെ പ്രധാന ഘടകമായിരുന്നു. തൃശ്ശൂരായി ഇവിടെ കൊല്ലത്ത് അങ്ങനെ അലഗ് ഡിസ്ട്രിക്റ്റിലുള്ള വിഭിന്ന വ്യഞ്ജനങ്ങൾ ആസ്വദിക്കാൻ സാധിച്ചു. ഇതുകൂടാണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വ്യാപാരമേള ഇവിടെയുള്ള എല്ലാ മലയാളി അസോസിയേഷൻ്റെയും ഒരു കൂട്ടായ്മയ്ക്കുള്ളൊരു നല്ലൊരു. CBD ബേലാപൂർ ആസ്ഥാനമായ മുത്തപ്പൻ മടപ്പുരയിൽ മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം നടന്നു. ആഘോഷ ചടങ്ങുകൾ ആയിരങ്ങൾക്ക് സായുജ്യം നൽകി. CBD ബേലാപൂർ മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് കഴിഞ്ഞ 14 വർഷമായി നടത്തിവരുന്ന മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചു. മുംബൈയിലെ അപൂർവം മുത്തപ്പ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് CBD ബേലാപൂർ അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. ഉത്തര കേരളത്തിലെ പുണ്യപ്രസിദ്ധമായ ആരാധനാ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവിലെ ശ്രീ മുത്തപ്പൻ മടപ്പുര. പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യത്തിൽ നിന്ന് രൂപമെടുത്ത ജ്യോതിർവിശേഷണമാണ് ശ്രീ മുത്തപ്പൻ.
കുന്നത്തൂർപ്പാടിയിലും പറശ്ശിനിക്കടവിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യ രൂപത്തെ ദർശിക്കാനും അനുഗ്രഹങ്ങൾ കൈക്കൊള്ളാനുമുള്ള സൗഭാഗ്യം മറുനാടൻ മലയാളികൾക്ക് മാത്രമല്ല ഇതര ഭാഷക്കാർക്കും സാധിക്കുന്നു. മുന്നിൽ സങ്കടവുമായി എത്തുന്ന ഭക്തരോട് ആശ്വാസത്തിന്റെ സ്വാന്തനവാക്കുകൾ ഭക്തരുടെ മനസ്സിൽ പെയ്തിറങ്ങുന്നു. സാധാരണക്കാരന്റെ സംസാരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹവും പേറി മുത്തപ്പന്റെ പ്രസാദവും സ്വീകരിച്ച് ആയിരങ്ങളാണ് സായുജ്യം നേടിയത്. ദേവന്റെ നാമം ജപിച്ച ഖേദങ്ങളെല്ലാം പോയി മറയും. ഉള്ളു തുറന്നു വിളിച്ചാലെന്നും മുന്നിലണഞ്ഞു കൃപ ചൊരിയും. മുന്നിലണഞ്ഞു കൃപ ചൊരിയും. സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പാരീസ് ചർച്ചിന്റെ പെരുന്നാൾ വിശേഷങ്ങൾ. നാനാജാതി മതസ്ഥർ പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കുവാനും പ്രതിഷ്ഠാനത്തിനും പങ്കെടുക്കുന്നത് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഐക്യത്തെയും ജാതിമത മൈത്രിയെയും ചൂണ്ടിക്കാട്ടുകയാണെന്ന് ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ തിരുമേനി അഭിപ്രായപ്പെട്ടു. ഇവിടെ നടക്കുന്ന പ്രദക്ഷിണത്തിൽ എല്ലാ ജാതി മതസ്ഥരും സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മതമൈത്രിയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി ഈ പെരുന്നാൾ മാറുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അശരണരായവർക്ക് അത്താണിയായി ഈ ചർച്ചിൽ ഒരു ചാരിറ്റബിൾ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ടെന്നും ജാതിമത വ്യത്യാസമില്ലാതെ രോഗശാന്തിക്കായി ഇവിടെ വരുന്ന രോഗികളെ സൗജന്യമായി ചികിത്സിക്കാറുണ്ടെന്നും 3 വർഷമായി സെന്റ് മേരീസ് ചർച്ചിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോർജ് എബ്രഹാം പറഞ്ഞു. ആലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറി, ചാരിറ്റബിൾ ക്ലിനിക്ക്, അത് ജാതി മതമന്യേ അനേകർ വന്ന് രോഗശാന്തി പ്രാപിച്ച് പോകുവാൻ തക്കവണ്ണമുള്ള അതും സൗജന്യമായി. മുംബൈ ഭദ്രാസനത്തിന്റെ കീഴിൽ ഡോംബിവിലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പള്ളിയിലെ പെരുന്നാൾ റാസയിൽ 800-ലധികം പേർ പങ്കെടുത്തുവെന്ന് സാമൂഹ്യ പ്രവർത്തകനായ വർഗീസ് ഡാനിയൽ പറഞ്ഞു. ഈ വർഷം താക്കൂറിൽ ഏരിയയിലുള്ള മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ആദ്യമായിട്ടാണ് താക്കൂറിൽ നിന്നുള്ള റാസ ഇത് തുടങ്ങിയത്. ഏകദേശം 700-800 മെമ്പേഴ്സ് റാസയിൽ പങ്കെടുത്തിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ഗുഡ്വിൻ ജ്വല്ലറി 12ാമത് വാർഷികാഘോഷത്തിന്റെ നിറവിൽ. മുംബൈയിലെ സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ ഗുഡ്വിൻ ജ്വല്ലറിയുടെ 12ാമത് വാർഷികാഘോഷ ചടങ്ങ് ചെയർമാൻ അക്കരക്കാരൻ മോഹൻ, സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, രാജൻ പണിക്കർ, ജ്യോതീന്ദ്രൻ, സുന്ദർ അയ്യർ, ഒ പ്രദീപ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഫാസ്റ്റോടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾ